രേവതി വരുമെന്ന് പറഞ്ഞ പൂക്കട ഇതല്ലേ? അതെ, നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാം. അവൾ ആ വഴിക്കാ വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അവള് ഓട്ടോയിലാണ് വരുന്നതെന്നല്ലേ പറഞ്ഞേ? അതെ. അതേ ഒരു ഓട്ടോ വരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഒന്ന് നിർത്താവോ? ആ ശരി. അതവള് തന്നെയാ. ചേട്ടാ, രണ്ടുപേര് എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് തട്ടിയെടുത്തോണ്ട് പോയി. ചേട്ടന് ഞാൻ അഡ്വാൻസ് തരാൻ വേണ്ടി കൊണ്ടുവന്ന കാശാ അവന്മാര് കൊണ്ടുപോയത്. എന്റെ ദൈവമേ, ചേട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്യ. അത് രേവതിയല്ലേ? ചേട്ടാ ഒന്ന് വണ്ടി നിർത്തിക്കേ. ചേട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എന്ത് പറ്റി രേവതി? ചേച്ചി ചേച്ചി, രണ്ടുപേര് ബൈക്കിൽ വന്ന് എന്റെ കയ്യിലിരുന്ന കാശ് തട്ടിയെടുത്തോണ്ട് പോയി. പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാശാ. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. ചെറിയ കാശൊന്നുമല്ല, 5 ലക്ഷം രൂപ അവന്മാര് കൊണ്ടുപോയത്. തിന്നാതെയും കുടിക്കാതെയും ഞാനും സച്ചേട്ടനും കൂടി കൂട്ടി വെച്ചതും ആരോടൊക്കെയോ കടം മേടിച്ചും കൊണ്ടുവന്ന കാശാ. അത് അവന്മാര് കൊണ്ടുപോയത്. എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് പറ നിങ്ങള്. ഞാൻ വിളിച്ചോളാം. അയ്യോ ചോര, കൈക്കെന്ത് പറ്റി? മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. രേവതി റോഡിൽ വീണായിരുന്നു, അവന്മാര് തള്ളിയിട്ടതാ. എങ്കിൽ പിന്നെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. രേവതി വേണ്ട ചേച്ചി, എങ്ങനെയെങ്കിലും അവന്മാരെ പിടികൂടണം. എന്റെ കാശ് തിരികെ മേടിക്കണം. അത് നമ്മൾ എങ്ങനെ മേടിക്കാനാ? അതൊക്കെ പോലീസ് നോക്കിക്കോളും. പെട്ടെന്ന് പോലീസിനെ വിളിക്കേ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട ചേച്ചി, വേണ്ട, സാരമില്ല. പോലീസ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം.